അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? ഇന്ന് മോര് കാച്ചിയത്, മത്തി മേടിച്ചിട്ടുണ്ടായിട്ടാ. കുറേ നാൾ കൂടി മത്തി മേടിച്ചതാണ്. അപ്പം മത്തി വറുക്കുകയാണ് ചെയ്തത്. കാരണം പുളിയിട്ട് വെക്കണതൊക്കെ ഇവിടെ അലർജിയാണ്. അത് കാരണം മത്തി വറുക്കേണ്ടി വന്നു. പിന്നെ പാവക്കായും കുടമ്പുളി ഇട്ട് വെച്ച ഒരു കുമ്പളങ്ങ കറിയാണ് കേട്ടോ ഇത്. അതുണ്ട്. പിന്നെ ഇതെൻ്റെ മാങ്ങാപ്പുളി 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ മാങ്ങാപ്പുളി ഇത്തിരിച്ച് എടുക്കണേ കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചേക്കണേണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴേ നമുക്കിന്ന് ഇത്തിരി മോരുചാറ് ഉണ്ടാക്കാം കേട്ടോ. തേങ്ങയില്ലാത്ത മോരുചാറ്. അപ്പോൾ അല്പം കടുക് പൊട്ടിക്കാം, ഉലുവ പൊട്ടിക്കാം, ഇതിലേക്ക് ഇത് എല്ലാം ചതച്ചതാണ്. ചുമന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, 2-3 കാന്താരിമുളക്, ഉണക്കമുളക്. ഇപ്പോൾ നമ്മുടെ ഉള്ളി മുളകും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്തിരി പൊടി ഇട്ട് കൊടുക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു പൊടിക്ക് മുളക് പൊടി, അപ്പോൾ തൈര് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ മോരുചാറിലേ ഒരല്പം ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരല്പം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ചേർക്കാത്ത മോര് ചാറ് റെഡിയായി. അപ്പം നമുക്കേ പച്ചക്കറി സ്പെഷ്യൽ പാവക്കയാണ്. അല്പം പാവക്ക കറി വെക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. അല്പം കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എല്ലാം കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു കുമ്പളങ്ങ കറിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അതായത് മീൻ കറി വെക്കണ പോലെ കുടമ്പുളി ഇട്ടാണ് വെക്കണത്. ഇത് പാവക്ക അടിപൊളി കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി പൊടികളായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, വേറെ പൊടികളൊന്നും ചേർക്കില്ല കേട്ടോ. ഇത് മാത്രമേ ചേർക്കുകയുള്ളൂ. മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും ആയി. മുളക് പൊടിയാണ് മെയിനായിട്ട് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പാവക്ക ഇട്ട് കൊടുക്കാം.
2 കഷ്ണം കൊടംപുളിയാണ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓവറായിട്ട് വെള്ളം വെക്കില്ല, എന്നാലും മുങ്ങത്തക്ക രീതിയിൽ വെള്ളം വെച്ചിട്ട് എന്ത് കഴിയുമ്പോൾ ഇതൊന്ന് കുറ ഇതിലാവും. അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. ഇത്ര മതി. മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് പാവക്കാക്കറി നോക്കാം കേട്ടോ. ഇതിപ്പോൾ തിളച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ. ഇത് പഴയകാല ഒരു കറിയാണ് കേട്ടോ. അമ്മച്ചിമാരുടെയൊക്കെ ഒരു കറിയാണ്. കൊടംപുളി ഇട്ട് വെക്കണ പാവക്കാക്കറി. പ്രത്യേകിച്ച് കുമ്പളങ്ങക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഇത്. കൊച്ചിക്കാരുടെ എന്നൊക്കെ പറയാം. ഇപ്പം നമ്മുടെ പാവക്കാക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളമായി തിളച്ചിട്ട്. അധികം വെന്തുപോയാലും ശരിയാവില്ല, കുഴഞ്ഞ വട്ടായി പോവും. ഇത്ര മതി. അങ്ങനെ നമ്മുടെ കൊടംപുളി ഇട്ട് വെച്ച പാവക്കാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ പുളിവെള്ളത്തിൽ വീഴേണ്ട മത്തി തിളച്ചെണ്ണയിലേക്ക് വേണം കേട്ടോ. കാരണം മത്തി കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുളിയിട്ട് വെക്കണ കറികൾ അപ്പനും വിരോധമാണ്, മകനും അലർജിയാണ് കേട്ടോ. തിളപ്പിക്കണ കറി എനിക്ക് അലർജിയാണ്. അപ്പോൾ വറുക്കണത് എല്ലാവർക്കും പോസിറ്റീവാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് മേടിച്ച മത്തി വറുക്കാനായിട്ട് ഇട്ടിട്ടോ. മത്തിയാശന്മാരെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടാ. ഒരു സൈഡ് ഒരു ഇതായി. അങ്ങനെ നമ്മുടെ മത്തി വറുത്ത് റെഡി ആയിട്ടോ. അപ്പം ഞാനിതിൽ കൂടുതലും ഇട്ടേക്കണത് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടിയാണ് കൂടുതലും എടുക്കുന്നത്. പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത് മത്തി വറുത്താലുള്ള ടേസ്റ്റ് ഇങ്ങനെ കിട്ടൂല കേട്ടോ. അതൊരു പൊളിക്കറി തന്നെയാണ്. അപ്പം മോരിയാറത്തിന് ഒഴിക്കാം കേട്ടോ. ഇത് തേങ്ങയൊന്നും ഇടാത്ത മോരിയാറാണ് കേട്ടോ. നല്ല കൂറ കണ്ട കൂറ മോരിയാറാണ്. ഇങ്ങനെ വെക്കണം കേട്ടോ നല്ലത്. നല്ല കട്ട തൈരുണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക, എന്നിട്ട് റെഡിയാക്കുക. പെട്ടെന്ന് കഴിയും. ചാറ് കറിയുമാവും, വയറിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ 2 മത്തി വറുത്തതിന് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് കറിയാണ്, പാവക്ക കൊടംപുളി ഇട്ട് വെക്കണത്. ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. എന്നാൽ നല്ല ടേസ്റ്റുമാണ്, വയറിന് നല്ലതാണ് കേട്ടോ. പിന്നെ മാങ്ങാപ്പുളി, 2 കഷ്ണം മാങ്ങാപ്പുളി അടിപൊളിയാണ് കേട്ടോ. അതിട്ട് അപ്പോൾ കഴിക്കാം. എൻ്റെ പൊന്നോ, മോരുകാരന് എന്ത് നല്ല മണം. അവസാനം ഇത്തിരി ഉലുവാപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവാപ്പൊടി, ജീരകപ്പൊടി. പൊളിയാണ് കേട്ടോ, പൊളി. ഈ പാവക്കറി ഞാൻ നന്നായിട്ട് അടിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊടംപുളി ഇട്ട് വെക്കണ പാവക്കറി. മത്തി വറുത്തത് നോക്കട്ടെ. കുറേ നാളായിട്ടാണ് മത്തി കൂട്ടിയിട്ട്. എപ്പോഴും ഈ കട്ടില പിലോപ്പി, മീൻ, പള്ളത്തി അതൊക്കെയാണ് കറി എപ്പോഴും. വറുത്തിട്ട് നല്ലതാണ്. കറി എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ മാങ്ങാപ്പുളി അടിപൊളി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. മോരിയാറ്, മത്തി വറുത്തത്, കൊടംപുളി ഇട്ട് വെച്ച പാവക്കറി, പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് താരമായ മാങ്ങാപ്പുളി. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ?
അപ്പോൾ ഞാൻസി സ്പെഷ്യലിനെ ഒന്ന് ഓർത്തേക്കണേ കേട്ടോ. ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.